അപ്പോൾ രാവിലെ മിച്ചുവിന് 9 മണിയായപ്പോൾ മദ്രസയിൽ കൊണ്ടുവന്നാക്കിയിട്ട് 10:30 ആയപ്പോൾ ഞാനും ഫർസാനയും ഫാത്തിയും കൂടി വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. വിളിക്കാൻ പോയപ്പോഴത്തേനും മിച്ചു ഓടി നമ്മളടുത്തോട്ട് വന്നിട്ട് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാഗിൽ കൂടി വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടാണ് പോയത്. 1 മണിക്കൂറത്തേക്കാണ്. എന്നിട്ട് വാട്ടർ ബോട്ടിൽ കമന്ന് വെള്ളം ഫുള്ള് ബാഗിലായി എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറി പോലത്തെ ഒരു സാധനം ഒരു വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ കയറി ഫർസാന മോഷണമാണ് മോട്ടിച്ച് എനിക്കൊരു ചെറി പറിച്ചു തന്ന് എന്നിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിലെത്തിയിട്ട് കിടന്ന ബെഡൊന്നും മടക്കി വെച്ചില്ലായിരുന്നു. പിന്നെ അതൊക്കെ മടക്കി വെച്ച് ജനലൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയർ കയറണ്ടേ, എന്നിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് മിച്ചുവിന് ഫുഡൊക്കെ കൊടുത്തു. മിച്ചു അതിനിടയ്ക്ക് TV കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ കറ്റാർവാഴ പറിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിയപ്പം കുറച്ച് പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ കറ്റാർവാഴയൊക്കെ പറിച്ച് അതിൻ്റെതായ ഈ ഒരു സാധനം കളഞ്ഞിട്ട് അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചത്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കാരക്ക ഇരിപ്പുണ്ട്. അപ്പം മാമയുടെ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്ന കാരക്കയാണ്. അങ്ങനെ അതെടുത്തൊന്ന് അവിച്ചിട്ട് ഉപ്പിലിടാൻ, പഴുത്ത കാരക്കയാണ് എന്നാലും ഉപ്പിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചെടുത്തങ്ങ് തട്ടിയപ്പോഴാണ് പണി പാളി എന്ന് മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരക്ക വെജിറ്റേറിയൻ അല്ല എന്ന് മനസ്സിലായി. അതായത് അതിൽ പുഴു കണ്ട്. പിന്നെ അതെല്ലാം ഒന്നേന്ന് നുള്ളിപ്പറക്കി ക്ലീൻ ചെയ്ത് ഭയങ്കര പണിയായിരുന്നു. പിന്നെ അതൊക്കെ നുള്ളിപ്പറക്കി ക്ലീൻ ചെയ്ത് അതിന് പറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാന്താരി മുളകുണ്ടല്ലോ അതൊക്കെ ഇട്ട് ഒന്ന് ഉപ്പിലിട്ട് ഒരു വിധത്തിൽ നല്ലത് മാത്രം നോക്കിയെടുത്ത് ഉപ്പിലിട്ടങ്ങ് വെച്ച്. അപ്പോഴാണ് ഇവിടെ 2 കൊതിച്ചുകൾക്ക് ഉപ്പിലിട്ട ഉടനെ തന്നെ കാരക്ക വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൽ നിന്ന് കൈയിട്ട് ഉപ്പിലിട്ട കാരക്കയൊക്കെ ഉപ്പിലിടാൻ പോണുള്ളൂ കാരക്കയൊക്കെ എടുത്ത. പിന്നെ മുകളിൽ നിന്ന് കൊച്ചുമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അച്ചാറിടാൻ മാങ്ങ തരാമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു. ഇന്ന് നെത്തോലി മീനായിരുന്നു. അങ്ങനെ അതൊക്കെ വെളിയിൽ തന്നെ ഇരുന്ന് നുള്ളിയെടുത്തു. നല്ല മെനക്കെടുള്ള പണിയാണ് ഈ നെത്തോലി നുള്ളൽ. എനിക്കിഷ്ടമേ അല്ല ഈ ഒരു ജോലി ചെയ്യാൻ. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയെല്ലാം ചെയ്ത് മീൻകറിക്ക് അരച്ചൊക്കെ വെച്ച്. നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ടാവും ഇത് 2 വീടാണോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. അതെ, 2 വീടാണ്. കാരണം ബാക്കിലോട്ട് പഴയ വീടാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് ഈ ബാക്കിലോട്ട് കാണുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ദാ ഈ കാണുന്ന ഫ്രിഡ്ജ് അതും വർഷം പഴക്കമുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് അരഞ്ഞാണം കെട്ടി വെച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല, അതിൻ്റെ ഡോർ ഇളകിപ്പോയി. വേറെ ഫ്രിഡ്ജിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുഖത്തിടാൻ വേണ്ടിയിട്ട്. ഉഴുന്നും തൈരും കൂടി നല്ലൊരു സ്പെഷ്യൽ ഗ്ലോ കിട്ടും. അതിടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ദാ ഈ നിൽക്കുന്ന എല്ലാത്തിനും പിന്നെ വേണം. പിന്നെ ഞാൻ അവർക്കെല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് ഞാൻ എനിക്കും ഇട്ട്. നല്ലതാണ്, മുഖത്തെ ടാനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഫേസ് മാസ്കാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തൂത്ത് വൃത്തിയാക്കി. എന്നിട്ട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായിട്ട് ഇതാ മുകളിലോട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലത്തെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പം മരം മുറിച്ചിട്ടിരിക്കണം. അങ്ങനെ അതിനെക്കുറിച്ചാണ് മിച്ച ചോദിക്കുന്നത്. അതെന്ത് മരം? ഇതാണ് നമ്മുടെ ഉമ്മച്ചിമ്മ. ഏകദേശം ഒരു 105 വയസ്സ് പ്രായം വരും. നമ്മളെക്കാളും പക്ഷേ ചെറുപ്പമാണ് ഉമ്മച്ചിമ്മ.